മാംഗല്യം. രചന അവതരണം നന്ദു കൃഷ്ണ. അവന്റെ കയ്യും പിടിച്ച് ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും അവളുടെ പിടുത്തം മുറുകി വരുന്നത് അവൻ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവളുടെ ഭയം എത്രത്തോളം ആയിരിക്കുമെന്നതിന്റെ ഏകദേശം ഒരു ഊഹം ഹരിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലോ ഈ കുഴപ്പം മൊത്തം ഉണ്ടാക്കിയവള് കയ്യിലിരുന്ന് താഴത്തെ പടിയിലെത്താൻ വേണ്ടിയുള്ള ബഹളമാണ്. വെള്ളം തൊട്ടു നിൽക്കുന്ന താഴത്തെ 2 പടിയുടെ മുകളിലെത്തിയതും നിന്നു. കടക്കോണിലൂടെ വെള്ളം കണ്ട മണിക്കുട്ടി അവളുടെ 2 കൈയും കൂടി അവന്റെ കയ്യിൽ കയറി അമർത്തിപ്പിടിച്ചു. ഒന്നുമില്ലടോ, താൻ ഇങ്ങനെ കുട്ടികളെ പോലെ പേടിക്കല്ലേ. ഇത്തിരി ഇല്ലാത്ത എന്റെ മോൾക്കില്ല നിന്റെ അത്രയും ഭയം. പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞുകൊണ്ട് ഹരി തനിക്ക് ഇടതുഭാഗം നിൽക്കുന്നവളെ നോക്കുമ്പോൾ കാണുന്നത് തന്റെ കൈപ്പത്തിയിൽ 2 കൈകളും അമർത്തിപ്പിടിച്ച് കണ്ണടച്ച് നിൽക്കുന്നവളെയാണ്. കണ്ണു, ഇവിടെയല്ല ഒമ്പോറ്റി, ഇവിടെ ബെല്ലമ്മ, നോക്കിയേ ഫിഷ്. ദൈവത്തെ കണ്ണുകൊണ്ട് ആണ് കണ്ടുകൊണ്ടിരുന്നെങ്കിലും അവള് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുന്നതെന്ന് കരുതി കുഞ്ഞിപ്പെണ്ണിന്റെ സംസാരം കേട്ടതും അറിയാതെയാണെങ്കിലും ഹരി ഉറക്കെ ചിരിച്ചുപോയി. എടോ, താൻ കണ്ണു തുറക്ക്, എന്നിട്ട് ആ മുന്നോട്ടൊന്ന് നോക്ക്. ക്ഷേത്രക്കുളത്തിൽ ഒട്ടുമിക്ക പേരും വരുന്നത് അതിലാകെ വിടർന്നു നിൽക്കുന്ന ചുവന്ന കളർ ആമ്പലിന് കാണാൻ വേണ്ടി മാത്രമാണ്. ഇടയ്ക്കൊക്കെ അതിന്റെ അഴക് കൂട്ടാൻ എന്ന പോലെ വെള്ളാമ്പലും അവിടെ ഇവിടെയായി ഉണ്ട്. അതിങ്ങനെ മെത്ത വിരിച്ച പോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ അസാധ്യ ഭംഗിയാണ്. ആ കാഴ്ച അടുത്തുനിന്ന് കാണാനും അതിന്റെ ഫോട്ടോ എടുക്കാനും തന്നെ നല്ലൊരു തിരക്ക് കുളത്തിന്റെ സൈഡിലായിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ ഒരാൾ കണ്ണുമടച്ച് നിൽക്കുന്നത്. എടോ, താൻ കണ്ണു തുറന്ന് മുന്നിൽ എന്താണെന്നൊന്ന് നോക്കുവെങ്കിലും ചെയ്യ്. കുഞ്ഞിനെ മെല്ലെ താഴേക്ക് നിർത്തി സ്വന്തം കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹരി അത് പറഞ്ഞതും അവൾ 2 കൈകൊണ്ടും അവന്റെ വിരലുകളെ അമർത്തിപ്പിടിച്ച് അവനെ നോക്കാതെ നിന്നു. എനിക്ക് കണ്ണു തുറക്കേണ്ട, അല്ലാതെ തന്നെ അറിയാം കുളത്തിൽ നിറയെ വെള്ളമാണ്. അവന്റെ വർത്തമാനം കേട്ട പരിഭവത്തിൽ പെണ്ണിന്റെ ചുണ്ടുകൾ കൂർത്തു. എന്റെടോ, കുളത്തിൽ വെള്ളമുണ്ട് ശരി, അതല്ലാതെ നീ ഒന്ന് കണ്ണു തുറന്ന് നോക്ക് കൊച്ചേ. വെള്ളത്തിൽ ഇറങ്ങിയതും പിടഞ്ഞുകൊണ്ട് കളിക്കാൻ തുടങ്ങിയ കുഞ്ഞിപ്പെണ്ണിനെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു നിർത്താൻ വയ്യാതെ ഹരി ഇത്തിരി ബലത്തിൽ കൈ വിടുവിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും പെണ്ണ് വെപ്രാളത്തിൽ കണ്ണു തുറന്നു. ഒപ്പം തന്നെ അവന്റെ ഷർട്ടിന്റെ തുമ്പിൽ പിടുത്തം വിട്ട് കണ്ണടയ്ക്കുകയും ചെയ്തു. എടോ, അതൊരിക്കലും പ്രതീക്ഷിക്കാത്തവൻ പെട്ടെന്ന് സൈഡ് ചരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് കണ്ണടച്ചു നിൽക്കുന്നവളെയാണ്. അവൻ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒന്ന് നെടുവീർപ്പെട്ടു. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം പേടികൊണ്ട് ആകെ വിളറി വെളുത്താണ് നിൽപ്പെന്ന്. ഇനിയിപ്പോൾ താൻ എന്തു പറഞ്ഞിട്ടും കഥയില്ലെന്ന് തോന്നി അവൻ കുഞ്ഞിപ്പെണ്ണിനെ ഇത്തിരി നേരം കളിപ്പിച്ച് അവളെ വിളിച്ച് മുകളിലേക്ക് കയറി ചെന്നു. ശരിക്കും പറഞ്ഞാൽ പൂവിനെ കയറ്റാൻ നല്ല പാടായിരുന്നു. പക്ഷേങ്കിൽ വെള്ളം കണ്ടാൽ ഭ്രാന്ത് പിടിച്ച് കളിക്കുന്ന ഒരു കുഞ്ഞും അതിലും കഷ്ടത്തിൽ പേടിച്ചു നിൽക്കുന്ന ഒരുവളും ഇരുവശത്തായി ഒരുമിച്ച് നിന്നതും ഹരി നല്ലോണം പാടുപെട്ടുപോയി. ഇനി മേലാൽ ഈ 2 ഒപ്പം ഞാൻ ക്ഷേത്രത്തിൽ വരില്ല. ആ നിമിഷം ഹരി അത് മനസ്സിൽ ഉറപ്പിച്ചു. കാരണം ഈ നേരം കൊണ്ട് അവൻ ഈ 2 പേരുടെയും ഇടയിൽ കിടന്ന് അത്രയ്ക്ക് മടുത്തുപോയിരുന്നു. കണ്ണു, ബെല്ല സൂപ്പറല്ലേ. അവളെ എടുത്തോണ്ട് നടക്കുന്നവളുടെ 2 കവിളിലും മാറി മാറി ഉമ്മ വെച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് സന്തോഷത്തിൽ ചോദിക്കുമ്പോൾ പേടിയൊക്കെ മാറി മണിക്കുട്ടിയും ചിരിക്കാൻ തുടങ്ങി. അത് കേട്ടോണ്ട് പിന്നാലെ വന്നവനാ ആ നിമിഷം ദേഷ്യമൊത്തവും തോന്നിയത്. ഷർട്ട് അഴിച്ചുമാറ്റി ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ആ നേരം വരെ മനസ്സിലുണ്ടായിരുന്ന സകല ആകുലതകളും അകന്ന് മനസ്സാകെ സന്തോഷം നിറയുന്നത് ഹരിക്ക് തോന്നി. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ മണ്ണിലാണ് വളർന്നത്. ഈ മൂർത്തിയോടാണ് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഏത് സങ്കടത്തിലും കണ്ണടയ്ക്കുമ്പോൾ ഈ ഒരു രൂപമാണ് മനസ്സിലേക്ക് ആദ്യം വരിക. ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഒന്നിനു മീതെ ഒന്നായി നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം പിണക്കം തോന്നിയതും എല്ലാം അറിയുന്ന ഈ ഒരാളോടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇന്നലെ അച്ഛൻ പിണങ്ങിപ്പോയപ്പോൾ ആദ്യം കണ്ണടച്ച് പ്രാർത്ഥിച്ചതും ഈ മഹാദേവനെയാണ്. ഇന്നിവിടെ വന്ന് ഈ മുന്നിൽ കുമ്പിട്ട് സകല തെറ്റുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് മനസ്സിൽ കണ്ടപ്പോഴാണ് അച്ഛനെ പറ്റിയുള്ള അറിവ് പോലും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ അച്ഛനെ കാണാൻ പോകുന്നതിന് മുന്നേ ഇവിടെ ആദ്യം ഇറങ്ങിയത്. നടയിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കുഞ്ഞുമായി അവനടുത്തേക്ക് പോകാൻ തുടങ്ങിയവൾ അത് കണ്ടതും മോളെയും എടുത്ത് അല്പം മാറി നിന്നു.
സാറിന്റെ മനസ്സിലെ സങ്കടമൊക്കെ മാറ്റി അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം നൽകണേ ദൈവങ്ങളെ. പിന്നീട് അവൾ പ്രാർത്ഥിച്ചതൊക്കെയും അവന് വേണ്ടിയായിരുന്നു. 3 വലത്ത് വെച്ച് തീർത്ഥം വാങ്ങാൻ പോകുമ്പോഴാണ് ഹരി ദേവൻ തിരുമേനിയും മോളെയും കാണുന്നത്. ദേവപ്പൂപ്പ, പായസം വേണം. കുഞ്ഞിപ്പെണ്ണ് ദേവൻ തിരുമേനിയുടെ കൈവിരൽ തുമ്പിൽ തൂങ്ങി കുസൃതി കാണിച്ചുകൊണ്ട് കൊഞ്ചുകയാണ്. എന്റെ കുഞ്ഞിപ്പെണ്ണിന് പായസം തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ അപ്പൂപ്പൻ തിരുമേനി തരിക? അദ്ദേഹവും തിരിച്ചു സ്നേഹിക്കുമ്പോൾ അതൊക്കെ കണ്ട് അല്പം മാറി നിൽക്കുകയായിരുന്നു മണിക്കുട്ടി. ഈ നേരത്താണ് തന്റെ അടുത്തേക്ക് വരുന്നവനെ അദ്ദേഹം നോക്കി മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. എന്തേ, അകത്തിരിക്കുന്ന ആളുമായി പിണക്കമൊക്കെ പറഞ്ഞു തീർത്തോ? ആ ചോദ്യത്തിൽ ലേശം കളിയാക്കലും ഉണ്ടായിരുന്നു. അവനത് മനസ്സിലാവുകയും ചെയ്തു. വെറുതെ ഒന്ന് മൂളി അവന്റെ തലയാട്ടി. അച്ഛൻ തീർത്ഥം വാങ്ങി നാവിലിറ്റിച്ചു കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അവന് വല്ലാത്ത നാണക്കേട് തോന്നുന്നുണ്ടായിരുന്നു. ഇന്നലെ എന്റെ അടുത്തുണ്ടായിരുന്നടോ. ഒറ്റയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വിടാൻ തോന്നിയില്ല. ഇന്നിപ്പോ നിങ്ങളുടെ വരവ് നർമ്മദ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആള് രാവിലെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ചെല്ല്. പിന്നെ ഹരി, നിന്നോട് ആൾക്കിത്തിരി പിണക്കമുണ്ട് കേട്ടോ. പക്ഷെ നിന്നെ ഒന്ന് കണ്ടാൽ തീരാനുള്ളതേ അത് കാണൂ. ഹരി മൂളി തിരിഞ്ഞതും പിന്നിൽ നിന്ന് ഒരിക്കൽ കൂടി വിളിയെത്തി. തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ്. അത് ഓർത്തുകൊണ്ടെപ്പോഴും തലകുനിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അച്ഛന് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മ ഇനിയെങ്കിലും മനസ്സിലുണ്ടാവണം കേട്ടോ. പണ്ടും തിരുമേനി ഇങ്ങനെയാണ്. ഒരുപാടൊന്നുമില്ല, 1 2 വാക്കുകൾ. 1000 ചാട്ടവാറടിയേക്കാളും മൂർച്ചയുണ്ടാകും അത് നൽകുന്ന വേദനയ്ക്കും നീറ്റലിനും. തിരുമേനിയെ കേട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിന്നീന്നൊരു വിളിയൊച്ച തന്നെ പിടിച്ചു നിർത്തിയത്. തല കുമ്പിട്ട് അങ്ങനെ തന്നെ നിന്നു. ദൈവത്തിന്റെ പ്രതിരൂപമായ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധമുള്ള തെറ്റാണ് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അവന്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. അതേസമയം ദേവൻ തിരുമേനിയും അവനെ നോക്കിക്കാണുകയായിരുന്നു. ഇവിടെ വന്ന കാലം മുതലുള്ള സൗഹൃദമാണ് താനും പുരുഷോത്തമ കൈമളും തമ്മിൽ. ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചപ്പോൾ മുതൽ അവരെ രണ്ടുപേരും തനിക്കും കുടുംബത്തിനും നന്നായി അറിയാം. പഠിക്കുന്ന ആ കാലയളവിൽ ഒന്നിൽ പോലും ഒരിക്കലും തനിക്കിങ്ങനെ അവനെ വിളിച്ച് വഴക്ക് പറയേണ്ടതൊന്നും കൈമളിന്റെ മകനാണെങ്കിലും മകളാണെങ്കിലും ചെയ്തിട്ടില്ല. അങ്ങനെ വലിയ പ്രശ്നമുണ്ടാക്കിയോ കൂട്ടുകൂടി കുഴപ്പമുണ്ടാക്കിയോ ഒന്നും കാണാത്തൊരു പയ്യനാണ് ഇന്നിപ്പോൾ ഇങ്ങനെ. ഒരു പക്ഷേ അവന്റെ ആ നിമിഷത്തെ മാനസികാവസ്ഥയാകാം അങ്ങനെയൊക്കെ അവനെ കൊണ്ട് പറയിച്ചത്. അതിന്റെ പശ്ചാത്താപം അത്രയും ആ മുഖത്ത് നിന്ന് അറിയാനുമുണ്ട്. അതുകൊണ്ടാണ് വിഷമിച്ചു പോകാൻ തുടങ്ങിയവനെ വിളിച്ച് അടുത്തേക്ക് നിർത്തിയത്. ഇതിനിടയിൽ ചെറിയ തിരുമേനി ഒരു പൊതി കൊണ്ടുവരുന്നത് കണ്ട് കുഞ്ഞിപ്പെണ്ണ് മണിക്കുട്ടിയുടെ കൈവിട്ട് കുണുങ്ങി ഓടിക്കൊണ്ട് ദേവൻ തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആ സമയത്ത് പോലും ഹരിയിൽ അത് വല്ലാതെ ചിരിയുളവാക്കി. നെയ്പായസത്തിന് വേണ്ടിയുള്ള കൊഞ്ചലാണ് അതല്ല. അതറിയാവുന്ന തിരുമേനി പായസം ആ കുഞ്ഞി കൈയിലേക്ക് വെച്ചു കൊടുത്തതും കുറുമ്പി പെണ്ണ് അതുമായി പുറത്തേക്കോടി. പിന്നാലെ അവളുടെ വാലും. ശ്രീധരൻ മാമനും സീതമ്മയും പിന്നെ നേരത്തെ നാലമ്പലം ചുറ്റി പ്രാർത്ഥിച്ച് കാവിലേക്ക് പോയിട്ടുണ്ട്. ചെറിയ തിരുമേനി പൂജയെ ഏൽപ്പിച്ച് ഹരിക്കൊപ്പം ദേവൻ തിരുമേനി പുറത്തേക്കിറങ്ങി. മോൾക്കൊപ്പമുള്ള കുട്ടി, അത് തിരുമേനി ഉദ്ദേശിച്ച ആൾ തന്നെ. എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന തിരുമേനിക്ക് അവളെ കണ്ടാൽ സംശയം ആ വഴിക്കേ പോകുള്ളൂ എന്നറിഞ്ഞവൻ തലയാട്ടി. തന്റെ ഒപ്പം വന്നവരെ എന്നെ വന്ന് കണ്ടു പരിചയപ്പെട്ടിരുന്നു. ഇന്നലെ പിന്നെ കൈമള് ഫോണിൽ ഫോട്ടോ കാണിച്ച ഓരോരുത്തരെയും പറ്റി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പരിചയപ്പെട്ടപ്പോൾ അപരിചിതത്വം ഒന്നും തോന്നിയില്ല. അവിടെ ആ മോൾക്കൊപ്പം ഈ കുട്ടിയെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അതൊരു കുട്ടിയാണല്ലോ ഹരി. പിന്നെന്തിനാ മോനെ ആദ്യം മുതലേ നിനക്ക് അവളുകളോട് ഇത്രയും ദേഷ്യം? അങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു ഉത്തരം ഇല്ല ദേവൻ മാമേ. ആദ്യം അവളെ പരിചയപ്പെട്ടത് തന്നെ വല്ലാത്തൊരു സന്ദർഭത്തിലാണ്. ഒക്കെ മാമൻ അറിയാമായിരിക്കുമല്ലോ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കണ്ടപ്പോഴൊക്കെ എനിക്ക് വഴക്ക് മാത്രമായി. അതിപ്പോ ആ കുട്ടിയുടെ കുഴപ്പമൊന്നും ആയിരുന്നില്ലല്ലോ. നിന്റെ ഉള്ളിലെ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റ എന്ന ചിന്തയല്ലായിരുന്നോ? കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യമായിരുന്നെങ്കിലും കണ്ണൊന്ന് ഇറുക്കി അടച്ചവൻ തലയാട്ടി. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അതിപ്പം രൂപം കൊണ്ടും ഭാവം കൊണ്ടും മാത്രമല്ല, സ്വഭാവം കൊണ്ടും സാഹചര്യം കൊണ്ടും. അതുകൊണ്ട് നീ ആരെയും മറ്റാരുമായും താരതമ്യപ്പെടുത്താതിരിക്കുക. ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചാൽ തന്നെ ആൾക്കാരെ കുറിച്ചും കൂടി തുറന്ന മനസ്സോടെ നിനക്ക് അംഗീകരിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്?
ഉം എങ്കിൽ ഇരുന്ന് താമസിപ്പിക്കേണ്ട, വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് അച്ഛനോടുള്ള പരാതിയൊക്കെ പറഞ്ഞു തീർത്തിട്ട് ഒരുമിച്ച് ഇല്ലത്തേക്ക് ഇറങ്ങൂ. നിങ്ങളെ കാത്ത് ഞങ്ങളുണ്ടാവും. അദ്ദേഹത്തോട് യാത്രയും പറഞ്ഞ് ഹരി പുറത്തേക്കിറങ്ങിയതും മിഴികൾ ആദ്യം ഓടിപ്പോയവരെയാണ് തിരക്കിയത്. രണ്ടിനെയും അവിടെയെങ്ങും കാണാതായതും അവന് വല്ലാത്ത വെപ്രാളം തോന്നി. അവൻ പെട്ടെന്ന് ഷർട്ടിന്റെ ബാക്കി ബട്ടൺസ് കൂടി ഇട്ടുകൊണ്ട് വേഗത്തിൽ പടികൾ ഇറങ്ങി താഴേക്കെത്തി. അവിടുന്ന് ചാടി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടായിരുന്നു ദൂരേന്ന് നടന്നു വരുന്ന ശ്രീധരൻ മാമയും സീതമ്മയും. എന്താ ഹരി, കുട്ടികളെവിടെ? പേടിച്ചു പാഞ്ഞു വരുന്നവന്റെ അടുത്ത് ചെന്ന് ശ്രീധരൻ കാര്യം തിരക്കി. അകത്ത് ദേവന്മാവനോട് കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടതാണ്. ഇപ്പൊ നോക്കുമ്പോൾ ഇവിടെ എങ്ങും കാണുന്നില്ല. വെപ്രാളത്തോടെ പറയുന്നവന്റെ ഒപ്പം ശ്രീധരനും തിരക്കിയിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടിപ്പുറം ഊണ് കഴിക്കാൻ കെട്ടിയിട്ടിരിക്കുന്നതിന്റെ അവിടുത്തെ വെറും തറയിൽ രണ്ടെണ്ണം കൂടി ഇരിക്കുന്ന കണ്ടത്. പേടിക്കണ്ട, ദോ ഇരിക്കുന്നുണ്ട്. സീത ചൂണ്ടിയതും അവരെ രണ്ടുപേരെയും വേഗത്തിൽ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. മുകളിലെങ്ങും സ്ഥലമില്ലാത്ത പോലെയല്ലേ നടപ്പന്തലിൽ വന്ന് ചടച്ചിരിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണിനെ അറിയില്ലെന്ന് വെക്കാം, ഒപ്പമുള്ള ഈ കഴുതയ്ക്കും ഇതൊന്നും അറിയില്ലേ? ദേഷ്യത്തിൽ ചാടിത്തുള്ളി പറയുന്നവനെ കേൾക്കെ മണിക്കുട്ടിക്ക് ഹരിയുടെ കയ്യിൽ നിന്നും ഇന്ന് ഭേഷായി കിട്ടും എന്നുള്ള കാര്യത്തിൽ ശ്രീധരന് സംശയമൊന്നും തോന്നിയില്ല. ആ ദേഷ്യത്തിൽ അവിടേക്ക് ചെന്നവൻ കാണുന്നത് രണ്ട് കൈയും കൊണ്ടും നെയ്പായസം വാരി തിന്നുന്ന കുഞ്ഞിപ്പെണ്ണിനെയും ഏതാണ്ടൊക്കെ അവളെ പോലെ തന്നെ രണ്ട് കൈയും കൊണ്ട് തന്നെ കടിക്കുന്ന മണിക്കുട്ടിയുമാണ്. കഴിപ്പിന്റെ കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടിന്റെയും കയ്യിലും വായിലും കഴുത്തിലും ഒക്കെ പായസത്തിന്റെ നെയ്യാണ്. ഇതെന്തുപോലെ രണ്ടിന്റെയും? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവന്റെ ശബ്ദം ഉയർന്നു. നീയൊക്കെ പായസം തിന്നുകയായിരുന്നോ അതോ ആ ഓട്ടുരുളിൽ കിടന്ന് ഉരുളുകയായിരുന്നോ? കുഞ്ഞിന് പിന്നെ ബോധമില്ലെന്ന് വെക്കാം, നിനക്കിതെന്താടി? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഹരി അവൾക്ക് നേരെ ഒച്ചയെടുത്തു പോയി. അരി, നോ. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ചാടി എഴുന്നേറ്റ് വീണിരുന്നു. 5 മിനിറ്റ് ഞാൻ തരും, മര്യാദയ്ക്കും രണ്ടും വൃത്തിയായി വന്നില്ലെങ്കിലുണ്ടല്ലോ. ഹരി ഒന്നുകൂടെ ചാടിച്ചതും മണിക്കുട്ടി കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് പൈപ്പിനടുത്തേക്ക് ഓടി. ഈനാമ്പേച്ചിയും കൊള്ളാം, മരപ്പട്ടിയും കൊള്ളാം. തല കുടഞ്ഞുകൊണ്ട് ഹരി കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പിന്നാലെ ചെന്ന ശ്രീധരനും സീതയും ഒരേ ചിരിയായിരുന്നു. കുറച്ചു മുന്നേ ചീത്ത കേട്ടതുകൊണ്ട് ഇപ്രാവശ്യം കാർ എടുക്കുമ്പോൾ മുന്നിൽ ശ്രീധരനും പിന്നിൽ മണിക്കുട്ടിക്കൊപ്പം പൂവും അനുസരണയോടെ അവളുടെ മടിയിൽ തന്നെ കയറിയിരുന്നു. തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന മകനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു കൈമൾ. സത്യം പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മോള് പറഞ്ഞപ്പോൾ തന്നെ തന്റെ പകുതി ദേഷ്യവും മനസ്സിൽ നിന്ന് പോയതാ. ശരിക്കും പറഞ്ഞാൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് അവന്റെ വാക്കുകൾ തീർത്ത സങ്കടമായിരുന്നു ഹൃദയം തകർത്തത്. പക്ഷെ അപ്പോഴേക്കും തന്നെ കാണാതെ അവൻ വിഷമിച്ചു കരയുന്നു എന്നൊക്കെ അവള് പറഞ്ഞു കേട്ടപ്പോൾ തിരിച്ചങ്ങ് പോകാമെന്ന് തന്നെ കരുതിയതാ. അപ്പോഴാ നമ്മു പറയുന്നത്, അങ്ങനെ പോകണ്ട, അവൻ വരട്ടെ, വന്ന് അച്ഛനോട് പറഞ്ഞതിനൊക്കെ എണ്ണി എണ്ണി മാപ്പ് പറയിച്ചിട്ട് ഒപ്പം ചെന്നാൽ മതിയെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ കുരുത്തക്കേട് പറയാൻ അവന്റെ നാവു വഴങ്ങുമെന്ന്. ആലോചിച്ചപ്പോൾ അതും ശരിയാണെന്ന് തോന്നി. ഇപ്പോ ഇത്തിരി ഒന്ന് പേടിപ്പിച്ചു നിർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ വായിൽ തോന്നുന്നത് ആരോടും പറയാം എന്നൊരു ചിന്തയായി പോയെന്നിരിക്കും. എങ്കിൽ പിന്നെ ഒരു കൊട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ് ഇന്നലെ തിരിച്ചു മടങ്ങാന്നതും. രാവിലെ തന്നെ അച്ഛനെ കൂട്ടാൻ മോൻ വരുന്നുണ്ടെന്ന് അവൾ പിന്നെയും വിളിച്ചു പറയുമ്പോൾ സത്യം പറയാലോ ആ നിമിഷം സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു നേരം പോലും തന്റെ സാന്നിധ്യമില്ലാത്തവനെ എത്രത്തോളം തകർത്തു എന്നുള്ള അവരുടെ വാക്കുകൾ കേട്ടതും ശരിക്കും പാവം തോന്നി. അതുകൊണ്ടാ പിന്നെ രാവിലെ ഇവിടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ വരാമെന്ന് കരുതിയിരുന്നതാ. പക്ഷെ വന്നു നോക്കുമ്പോൾ ആകെ കാട് കയറി കിടക്കുന്നു. ഇവിടെ ഇരുന്നപ്പോൾ തന്റെ ഭാര്യ കിടന്നിടം പൂങ്കാവനം പോലെ ആക്കി ഇട്ടിരുന്നിടത്ത് ഇന്ന് പോച്ചയും പടലും കയറി കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. അതുകൊണ്ടാ രാവിലെ തന്നെ കവലയിൽ പോയി രണ്ടുപേരെ വിളിച്ച് പണിക്ക് നിർത്തിയത്. പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം കവലമ്മ ചേച്ചി വന്ന് വീടിനകം തൂത്തിടുന്നത് കൊണ്ട് അകംഭാഗം വലിയ പ്രശ്നം തോന്നിയില്ല. എന്നാൽ പിന്നെ മോന്റെ ഒപ്പം വൈകിട്ട് പോയാൽ മതിയല്ലോ എന്ന് കരുതി ഇച്ചിരി കപ്പ പുഴുങ്ങാമെന്ന് വെച്ച് അടുക്കളയിൽ കയറി അതൊക്കെ നന്നാക്കി അടുപ്പിലേക്ക് വെക്കുമ്പോഴാണ് പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവനാകുമെന്നറിയാമായിരുന്നു. മനസ്സിൽ നേരത്തെ ഉറപ്പിച്ചു വെച്ചതുപോലെ പിണക്കം കാണിക്കാൻ വേണ്ടി ആകെ ഒന്ന് ഒരുങ്ങി നിൽക്കാൻ പോലും നേരം കിട്ടുന്നതിന് മുന്നേ അവൻ ഓടി വന്ന് പിന്നിലൂടെ കെട്ടിപ്പിടിച്ചിരുന്നു. കൂടുതൽ സ്നേഹമൊന്നും ആരും കാണിക്കേണ്ട എന്ന് പറഞ്ഞവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും തോളിലെറിഞ്ഞ നനവ് തന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചു.
അകത്തേക്ക് അവൻ കയറി വരുമ്പോൾ മാക്സിമം ഒരു സോറി. അതിലും കൂടിയാൽ ഇനി ഞാൻ അച്ഛനോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. അത്രയും പ്രതീക്ഷിച്ച് നിന്നെടുത്തവന്റെയാണ് ഈ കെട്ടിപ്പിടുത്തവും കരച്ചിലുമൊക്കെ കണ്ടതും മാഷിന്റെ കണ്ണും നിറഞ്ഞുപോയി. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ അച്ഛാ. ദേഷ്യം വന്നാൽ 2 തല്ല് തന്നാലും എന്നെ വേണ്ടാന്ന് വെക്കല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞുള്ള അവന്റെ കരച്ചിൽ കേട്ടതും കൈമളിന്റെ ഹൃദയമാണ് തകർന്നത്. സത്യം പറഞ്ഞാൽ ആ നിമിഷം അവൻ തന്നോട് പറഞ്ഞ വാക്കുകളുണ്ടായ ദേഷ്യവും സങ്കടമൊന്നും കൈമളിന്റെ മനസ്സിൽ എവിടെയും ഉണ്ടായില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അച്ഛൻ ഇഷ്ടമായില്ലെങ്കിൽ അതിനെന്നെ 2 വഴക്ക് പറഞ്ഞാൽ പോരെ, അല്ലാതെ വീട് വിട്ടിറങ്ങി വരികയാണോ വേണ്ടത്? രാവിലെ എഴുന്നേറ്റ് അച്ഛനെ തിരക്കുമ്പോൾ അച്ഛനെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് കരുതുമെന്ന് കരുതി അച്ഛൻ? ഇത്തിരി നേരം കഴിഞ്ഞ് ആ മുഖത്തു നോക്കി ദേഷ്യപ്പെടുന്നവനോട് പെട്ടെന്ന് എന്തു മറുപടി പറയണമെന്നറിയാതെ കൈമളി വിഷ്ണനായി നിന്നു. ഈ തവണ പോട്ടെ, പക്ഷെ ഇനി മേലാൽ എന്നോട് വഴക്കുണ്ടാക്കി എന്നെ വിട്ട് എവിടെങ്കിലും പോ, അപ്പ ഞാൻ കാണിച്ചു തരാം. ഹരി പിണങ്ങിക്കൊണ്ട് മാറി നിന്നു. എടാ, അത് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ കേറി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് സങ്കടമൊക്കെ തോന്നിയടാ. അതും കൂടാതെ ആ മണിക്കുട്ടിയെ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് വല്ല ബോധവുമുണ്ടോ? അവന്റെ മുഖം താന്നു. ആ കൊച്ചിന്റെ തലവെട്ടം കണ്ടാൽ അപ്പം നിനക്കതിനെ ചീത്ത പറയണമെന്ന് എന്തോ വാശിയുള്ള പോലെയല്ലേ നിന്റെ ഇപ്പോഴത്തെ സ്വഭാവവും പെരുമാറ്റവുമെല്ലാം. എല്ലാം കൂടെ എനിക്കങ്ങ് ദേഷ്യം വന്നടാ. ഒപ്പം ഞാൻ എന്റെ പൊടിക്കുഞ്ഞിനെ നോക്കുന്നില്ലെന്ന് കൂടി നീ കയറി പറഞ്ഞപ്പോൾ. അയാളുടെ ശബ്ദം താന്നു. ആ കണ്ണിലെ സങ്കടം കണ്ടതും ഹരി ഒരിക്കൽ കൂടി അച്ഛനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല അച്ഛാ. ആ നേരത്തെ എന്തോ നാവ് പിഴച്ചു പോയതാ. സത്യം, അച്ഛൻ എന്നോട് ക്ഷമിക്ക്. അവൻ അദ്ദേഹത്തിന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് അമർത്തി മാപ്പ് പറയുന്ന കണ്ടതും മാഷ് ചെറിയൊരു പുഞ്ചിരിയോടെ അവനെ ചേർത്തു പിടിച്ചു. പോട്ടെ, ഇത്തവണ ക്ഷമിച്ചു. പക്ഷെ ഞാൻ പൂർണ്ണമായി ക്ഷമിക്കണമെങ്കിൽ എനിക്ക് 1-2 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അവനെ വിട്ട് പാതകത്തിലേക്ക് ചാരി നിന്നുകൊണ്ട് കൈമള് പിന്നെയും ഗൗരവത്തോടെ അവനെ നോക്കി പറഞ്ഞു. കണ്ടീഷൻസോ? ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. കണ്ടീഷൻസ്. അത് നീ സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരൂ. ഓഹോ, ഭീഷണി. കൊള്ളാലോ. എന്തായാലും ഭീഷണി എന്താണെന്ന് ആദ്യം കേൾക്കട്ടെ. ഓക്കെ, കണ്ടീഷൻ നമ്പർ 1. ഇനി നിനക്ക് എത്ര ദേഷ്യം വന്നാലും ഇതുപോലെ സങ്കടമുണ്ടാക്കുന്ന വാക്കുകളൊന്നും നിന്റെ നാവിൽ നിന്ന് വീഴരുത്. സമ്മതിച്ചു. കണ്ടീഷൻ നമ്പർ 2. ചുമ്മാ വേണമെന്നതിനും വേണ്ടാത്തതിനുമൊക്കെ ആ മണിക്കുട്ടിയെ ചീത്ത പറയുന്നത് നീ അങ്ങ് നിർത്തണം. അത് കേട്ടതും ഹരി ഞെട്ടി. അത് നടക്കുമോന്നറിയില്ല. പറയുമ്പോൾ താൻ ഇനി ഒന്നിനും പോയില്ലെങ്കിലും അവൾ തന്റെ മോളോട് കൂട്ടുപിടിച്ച് ഇരുന്നു വാങ്ങുമെന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെ പറഞ്ഞ പറ്റില്ല, നീ വാക്ക് തന്നേ പറ്റൂ. മാഷ് കടുംപിടുത്തം പിടിച്ചു. ശ്രമിക്കാം. അച്ഛനോട് തർക്കിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം വാക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി മുന്നേ പോലും അവളെ കണ്ണുപൊട്ടുന്ന ചീത്ത വിളിച്ച ഓർമ്മയായിരുന്നു അവനിൽ. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം എല്ലാവരും കമന്റും തരാൻ ഒന്ന് ശ്രമിക്കണേ. നന്ദി.